ഹലോ, എല്ലാവരും എന്ത് സന്തോഷത്തിലാണല്ലേ? ഭാഗ്യവാന്മാർ. ഞാൻ മാത്രം ഇങ്ങനെ ഒന്നിനും സക്സസ് ആവാതെ തോറ്റുപോയിക്കൊണ്ടിരിക്കുന്നു. ചിലപ്പോഴെങ്കിലും നമ്മളിങ്ങനെ ചിന്തിക്കാറില്ലേ? ഞാൻ ചിന്തിക്കാറുണ്ട്. ഒരു 5 കൊല്ലം മുന്നേ ഈ സ്റ്റോറീസിലൊക്കെ 25 വയസ്സായി കഴിഞ്ഞാൽ പഠിക്കണം പാടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് കാണുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, അതെന്താ ഇപ്പം അങ്ങനെ? ഇനി ഒരു 5 കൊല്ലം കഴിഞ്ഞാലും ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കില്ലേ? പക്ഷേ അതൊരു നഗ്നമായ സത്യമാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഇതിപ്പോൾ എന്താ പറയണേന്നോ? ഇപ്പോഴത്തെ എൻ്റെ പ്രധാന പ്രശ്നം ജോലിയില്ല എന്നുള്ളതാണ്. എൻ്റെ അല്ല, എൻ്റെ ചുറ്റിലുള്ളവരുടെ. എനിക്ക് ജോലി ഇല്ലാത്തതിനേക്കാൾ ജോലി ഇല്ലാത്തതിൽ എനിക്ക് വിഷമമില്ലാത്തതാണ് അവരുടെ പ്രധാനപ്പെട്ട വിഷമം. എന്താല്ലേ? നോർമലായിട്ടുള്ള ആൾക്കാർ കേൾക്കുന്ന ചോദ്യങ്ങൾ ഈ ഒരു പ്രായത്തിലല്ല, എല്ലാ പ്രായത്തിലും കേൾക്കേണ്ടി വരാറുണ്ട്. പക്ഷേ ആ ചോദ്യങ്ങൾക്കിടയിൽ എൻ്റെ ഡിസേബിലിറ്റി കൂടി ആഡാക്കുമ്പോൾ സങ്കടം തോന്നും. എത്രയൊക്കെ കണ്ടില്ല എന്ന് നടിച്ചാലും കാണാതിരിക്കാനും കഴിയാറില്ല. പലപ്പോഴും അതെന്നെ മാനസികമായിട്ട് തളർത്താറുമുണ്ട്. പിന്നെ തളരില്ല എന്ന് പറയുന്ന ഒരു മനസ്സും കൂടെ സപ്പോർട്ട് ചെയ്യുന്ന സുഹൃത്തുക്കളും ഉണ്ടെങ്കിൽ അതൊന്നൊരു വിഷയമല്ല. നമ്മൾ ചില വീഡിയോസൊക്കെ കാണുമ്പോൾ മോട്ടിവേറ്റ് ആവാറുണ്ടല്ലേ? പക്ഷേ ഞാൻ നേരെ തിരിച്ചാണ്. എത്ര തന്നെ വീഡിയോസ് കണ്ടെന്നാലും ഞാൻ എന്നെ മോട്ടിവേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എനിക്കൊരു തുള്ളി പോലും മുന്നോട്ട് പോകാൻ പറ്റാറില്ല. ചിലപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കാം. അങ്ങനെ ഇരിക്കെ ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ്, നമ്മളെക്കുറിച്ച് കുറേ കാര്യങ്ങളിൽ ആവലാതിപ്പെടുന്നവരുണ്ടാവും. അവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. അവരുള്ളതുകൊണ്ടാണല്ലോ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജ്ജം ഉണ്ടാവുന്നത്. അടുത്ത നിമിഷം നമ്മൾ ജീവനോടെ ഉണ്ടോയെന്ന് തന്നെ അറിയില്ല. അപ്പോൾ കിട്ടണ നേരത്ത് സമാധാനത്തോടെയും നമുക്കിഷ്ടമുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്തും സന്തോഷം കണ്ടെത്തുക. എത്ര തന്നെ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാലും ഒരു പോയിൻ്റ് എത്തുമ്പോൾ നമ്മൾ തനിച്ചാകും. നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതൊരിക്കലും സ്വാർത്ഥതയല്ല കേട്ടോ, ചില തിരിച്ചറിവുകളാണ്. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം നിങ്ങൾക്ക് കിട്ടിയോയെന്ന് എനിക്കറിയില്ല. പണ്ട് ആരോ പറഞ്ഞ മാതിരി നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കോല് നമ്മുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കണം. അപ്പോൾ നമുക്ക് ചുറ്റുമുള്ളവരും പോസിറ്റീവ് ആയിക്കോളും. ചിലപ്പോഴെങ്കിലും നമ്മൾ സ്വയം അങ്ങ് കെട്ടിപ്പിടിച്ചേക്കണം. ഇതുപോലെ